കോട്ടയത്ത് ഇന്ന് NDAയുടെ കൺവെൻഷൻ നടക്കുകയാണ്. ആ കൺവെൻഷനിൽ അങ്ങേക്ക് ക്ഷണമുണ്ടോ? ഇല്ല, എനിക്കറിയില്ല, എന്നെ വിളിച്ചില്ല. എല്ലാത്തിനും പോകാൻ പറ്റുകയില്ല. കാരണം വെച്ചാൽ ഞാനിപ്പോൾ എല്ലാ കൺവെൻഷനും പോകുന്നു. ഞാനിപ്പം ഇന്നലെ കണ്ണൂർ, മിനിങ്ങാന്ന് കോഴിക്കോട്, ഇങ്ങനെയുള്ള കൺവെൻഷനൊക്കെ പങ്കെടുക്കുന്നുണ്ട്. എല്ലായിടത്തും പങ്കെടുക്കുക എങ്ങനെ സമയം കിട്ടും? മനുഷ്യനല്ലേ. ഈ കൺവെൻഷനെ കുറിച്ച് അറിയിച്ചിരുന്നോ? എന്നെ പാട്ടിൽ അറിയിച്ചോ എനിക്കറിയില്ല. BJP അല്ലേ, ഞാൻ BJPക്കാരൻ. പഴയ ജനപക്ഷമാണപ്പോൾ എൻ്റെ തോന്നുമ്പോൾ പറയുന്നത്. ഇപ്പോൾ BJP അല്ലേ, BJPയുടെ നേതൃത്വം ആയി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും നടക്കുന്നത്. BJPയുടെ നേതൃത്വം ആരെയും അവിടെ റിപ്പോർട്ട് ചെയ്യുക എനിക്കറിയില്ല. എന്നെ അറിയിച്ചെങ്കിൽ ഞാൻ പോകും. കോട്ടയത്ത് വർഷങ്ങളോളം കോട്ടയം കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയൊരു നേതാവ് എന്ന നിലയ്ക്ക് ഇപ്പോൾ BJPയിലേക്ക് എത്തിയിട്ടുള്ള BJP നേതാവ് എന്ന നിലയ്ക്കുമൊക്കെ വലിയ സ്വാധീനം അങ്ങേക്ക് കോട്ടയത്തുണ്ട്. ഈ സ്വാധീനം ഉപയോഗപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമല്ലേ ഈ തെരഞ്ഞെടുപ്പിലുള്ളത്. പക്ഷേ എന്തുകൊണ്ടത് ഉപയോഗപ്പെടുത്തുന്നില്ല? നിങ്ങളുടെ തോന്നലാണ്. അതിപ്പം അവിടെ സ്ഥാനാർത്ഥി NDAയുടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ BDJ സ്ഥാനാർത്ഥി, BDJ എന്ന് പറഞ്ഞാൽ NDA ആണ്. അപ്പം BJPയുടെ പിന്തുണയുള്ള സ്ഥാനാർത്ഥിയാണ്. എൻ്റെ കണക്കിൽ ഒരു 1 ലക്ഷം വോട്ടിന് വരെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണ്. ഇപ്പോൾ അതിനകത്ത് സ്വാധീനത്തിന് പ്രശ്നമൊന്നുമില്ല. മര്യാദയ്ക്കാണെങ്കിൽ ഒരു 1 ലക്ഷം വോട്ടിന് വരെ BJPയുടെ പിന്തുണയോട് ജയിക്കാൻ പറ്റുമെന്ന് ഞാൻ കണക്കാക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെല്ലാം ഒരു മന്ദഗതിയിൽ പോകുന്ന സാഹചര്യം. ഇപ്പോൾ NDAയുടെ ഓഫീസ് പോലും തുറന്നിട്ട് ആ ഓഫീസിനകത്ത് യാതൊരു തരത്തിലുള്ള പ്രവർത്തകർ വന്നിരിക്കുകയോ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഞാൻ അന്വേഷിക്കാം. ഞാനിപ്പോൾ ആദ്യം കേൾക്കരുത്, എനിക്കറിയത്തില്ല. എന്നോട് ആരും പരാതി പറഞ്ഞില്ല. പരാതി പറഞ്ഞാൽ അന്വേഷിച്ചേരും. എനിക്കറിയില്ല. മര്യാദയ്ക്കാണെങ്കിൽ ഒരു 1 ലക്ഷം വോട്ടിന് BJP പിന്തുണയുള്ള ഏത് സ്ഥാനാർത്ഥിയും ജയിക്കാൻ പറ്റിയ സ്ഥലമാണ് അത്. അപ്പോൾ പിന്നെ ജയിക്കാതിരിക്കേണ്ട ഒരു കാര്യമില്ല. ഈ 2019 PC തോമസ് മത്സരിക്കുമ്പോൾ 1,55,513 വോട്ടുകളാണ് അദ്ദേഹം നേടിയത്. എന്നാൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം നമ്മളോട് പറഞ്ഞത് അത്രയും പോലും വോട്ടുകൾ NDA നേടാനുള്ള സാഹചര്യം ഇല്ല എന്നുള്ളതാണ്. അത് PC തോമസിന് എങ്ങനെ പറയാൻ പറ്റും? PC തോമസ് NDA അല്ലല്ലോ. അങ്ങേര് ജോസഫ് ഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ പോരെ. അങ്ങേര് ജോസഫ് ഗ്രൂപ്പിലാണ്. ഇപ്പം UDFിൻ്റെ കാര്യം PC തോമസ് പറയട്ടെ, NDAയുടെ കാര്യം NDA പറഞ്ഞോളൂ. PC തോമസ് വിഷമിക്കേണ്ട. നിലവിലുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇലക്ഷൻ പ്രചരണങ്ങൾ എങ്ങനെയാണ് താങ്കൾ സജീവമാണ്? എന്നെ അറിയിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഞാൻ പങ്കെടുക്കുന്നു നിർബന്ധമായിട്ടും. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയില്ല. അത് പോകാതിരിക്കുന്ന മര്യാദ. അല്ലെ പിന്നെ കണ്ണൂർ വരെ വണ്ടി ഓടിച്ച് പോകണം. കണ്ണൂർ പോയി കോഴിക്കോട് പോയി. പിണറായി വിജയൻ മനപ്രയാസമുണ്ട്. ഞാൻ കണ്ണൂർ കോഴിക്കോട് ചെല്ലുന്നത് വിഷമമുണ്ടെന്നുള്ളതല്ലേ. എന്നെ അവിടെ മാഹിയിലോ അങ്ങനെ കണ്ട് കേസെടുത്തിരിക്കുന്നത്. എനിക്ക് ചിരി വന്നു. കേസെടുക്കാൻ പറ്റില്ല. ഈ CPMൻ്റെ ലോക്കൽ സെക്രട്ടറിയുടെ പരാതി കൊടുത്തു. അത് ഞാൻ വൃത്തികെട്ട പ്രചരണം നടത്തി. ഞാൻ അവിടെ മാഹിയിലെ പെണ്ണുങ്ങളെ അപമാനിച്ചെന്ന്. എനിക്കെന്നെ വട്ടിൻ്റെ സൂക്കടല്ലേ. ഞാൻ പിണറായിയാണോ ഈ മട്ട് കാണിക്കാൻ? അത് കേസെടുത്തിട്ട് അവിടെ പോലീസ് പറഞ്ഞതിന് എങ്ങനെ കേസെടുക്കാനാ? ഞാൻ മാഹി പോയിട്ടില്ല. കോഴിക്കോട് പ്രസംഗിച്ച് ഒരു മനുഷ്യൻ പോലും കുറ്റം പറഞ്ഞിട്ടില്ല. വളരെ മാന്യമായി. ഞാൻ ആകെ പറഞ്ഞു എന്താണെന്നറിയോ, അവിടെ ഒരു 16 കിലോമീറ്റർ ഒരു ഈ മാഹി ഉൾപ്പെട്ട മേഖല ആരും നോക്കാനില്ലാതെ കിടക്കുകയായിരുന്നു. അത് മോദിയുടെ പ്രത്യേക ഇൻട്രസ്റ്റും പ്രകാരം ആ പ്രദേശം മുഴുവൻ ഹൈവേ ആയിട്ട് മാറ്റിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നല്ല സുന്ദര മേഖലയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പോയി കണ്ടില്ലേ പണ്ട് കാലത്ത് വേശ്യകളും ഗുണ്ടകളും അഴിഞ്ഞാടിയിരുന്ന ആ മേഖല ഇപ്പം ഒരു സുന്ദരമായ പ്രദേശങ്ങളായി ആളുകൾ ഓടിക്കൂടുന്ന അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ. അത് കണ്ടില്ലെന്ന് ചോദിച്ചാൽ ഞാൻ സ്ത്രീകളെ അപമാനിച്ചെന്താ? ഓരോരുത്തരെ അപമാനിച്ചില്ല, വൃത്തികേട് പറയുക. അതായത് പിണറായിക്ക് സഹിച്ചില്ല. പിണറായി വിളിച്ചു പറഞ്ഞ ഉടനെ CPM ലോക്കൽ സെക്രട്ടറി പരാതി കൊണ്ടുവന്നു. അവിടെ കേസെടുത്തെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ തന്നെ വനിതാ കമ്മീഷനൊക്കെ കേസെടുക്കണം. വെച്ചാൽ വനിതാ കമ്മീഷൻ പ്രത്യേക പണിയില്ല വേണ്ടേ. അതൊരു ഗവൺമെൻറ് നിയമപരമായി രൂപീകരിച്ചൊരു സമിതിയാണ് വനിതാ കമ്മീഷൻ. അവർക്ക് എന്തെങ്കിലും ജോലി ചെയ്യണ്ടേ. അപ്പോൾ ആരും കിട്ടില്ല, എന്നെങ്കിലും പിടിക്കട്ടെ. എന്തെങ്കിലും ഞാൻ പറയുന്നത് അവർക്കൊക്കെ ജോലി വേണം. ചുമ്മാ ഇരുന്ന് കമ്മീഷനാ അല്ലെ ഇപ്പോൾ MLA എന്ന് പറഞ്ഞ് ചുമ്മാ ടീം അടിച്ച് പൂട്ടടിച്ചുകൊണ്ടിരുന്ന മര്യാദയാണ്. അത് ശരിയല്ല. ഒരു കമ്മീഷനാകുമ്പോൾ എവിടെയെങ്കിലും കേസുണ്ടാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എനിക്കേറെ കേസെടുത്തെന്ന് പറഞ്ഞ് കേട്ടു. പക്ഷേ ഞാൻ വളരെ ഈ രാജ്യത്ത് നിയമ സംവിധാനമുണ്ട്. ഒരു നഷ്ടപരിഹാരം മേടിക്കും. എനിക്കെതിരായിട്ട് കള്ളക്കേസെടുത്ത ആരാണെങ്കിലും പിണറായിയുടെ ഒപ്പം ഞങ്ങൾക്ക് പ്രതിയാക്കി കേസെടുത്ത് നഷ്ടപരിഹാരം മേടിക്കും. സംശയിക്കേണ്ട. മറ്റൊന്ന്, ഈ BDJസിൻ്റെ സ്ഥാനാർത്ഥിയെ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങ് സമീപ മണ്ഡലത്തിലുണ്ട്, ഒപ്പം കോട്ടയത്ത് നിറഞ്ഞു നിന്നിട്ട് വ്യക്തിയാണ്. തീർച്ചയായും അങ്ങയെ വിളിച്ച് ഒരു പ്രചരണ രംഗത്തൊക്കെ വരേണ്ടതിനെക്കുറിച്ചൊക്കെ ചോദിക്കേണ്ട സാമാന്യ മര്യാദകൾ പോലും ഇത്തരത്തിൽ പാലിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു പരാതി എന്തെങ്കിലും? എനിക്കില്ലാത്ത പരാതി പത്രക്കാരൻ തന്നെ. നിനക്ക് എന്നാ പറ്റുമാനെ? ഇല്ലാത്ത കാര്യമൊക്കെ പറയും. ഒരു ഇലക്ഷൻ പ്രചരണം തുടങ്ങിയിട്ടുള്ളൂ. ഇനി ഏപ്രിൽ 26 ഇലക്ഷൻ. എത്രയോ യോഗങ്ങൾ നടക്കാനിരിക്കുന്നു. ഞാൻ പങ്കെടുക്കാമെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത്? BJP ആണ് തീരുമാനം എടുക്കുന്നത്. BJPയുടെ നേതൃത്വം വിളിച്ച് എന്നോട് ഇന്നടുത്ത് പോകുമ്പോൾ ഞാൻ അവിടെ പോകും. സംശയം വല്ലതും ഉണ്ടോ? അല്ലാതെ എനിക്കറിയില്ല. അല്ലാതെ ഇത് വ്യക്തിപരമല്ലല്ലോ, വ്യക്തിപരമായ കാര്യമല്ലെന്ന്. ഇത് വെള്ളാപ്പള്ളി നടേശനും ഞാനുമായിട്ട് വെള്ളാപ്പള്ളി നടേശൻ പാർട്ടിയെ UDF അല്ല NDA ആയിട്ട് തന്നെ ബന്ധം.
വെള്ളാപ്പള്ളിയുടെ ആവശ്യം ഈ പിണറായി വിജയൻ ഒരു ആടുന്നില്ല. അയാളുടെ കാര്യം വെച്ച് എന്നോട് ചോദിച്ചേണ്ട. അയാളെ ഞാൻ കണക്കാക്കുന്നുമില്ല. അയാൾ വെള്ളാപ്പള്ളി ഇപ്പം CPM-ൻ്റെ പിണറായി വിജയൻ വിജയത്തിനുവേണ്ടി അയക്കുന്ന അവരുള്ള ചെയ്യും. പക്ഷേ അതുപോലല്ല NDAയും BDJസും ഒക്കെ. BDJs NDAയുടെ കക്ഷിയാണ്, BJPയുടെ കക്ഷിയാണ്. മനസ്സിലായില്ലേ? അത് രണ്ടും രണ്ടാ. അതായത് വെള്ളാപ്പള്ളിയായിട്ട് ഇതിനെപ്പറ്റി കൂട്ടണ്ട. മറ്റൊന്ന്, ഈ ഇത്തരത്തിലൊരു പ്രചരണത്തിൽ വിളിക്കാതിരിക്കുന്നത് BDJസുമായിട്ട് ആര് പറഞ്ഞു? വിളിക്കുന്നില്ല എന്ന് ആര് പറഞ്ഞു? ഇങ്ങനെ അബദ്ധത്തിന് പറയുന്നു. ഇന്നത്തെ കൺവെൻഷൻ വിളിച്ചിട്ടില്ല. ഇന്നത്തെ കൺവെൻഷൻ ഞാനിവിടെ ഇല്ലല്ലോ. ഇന്ന് നേരമ്പളപ്പോഴല്ലേ വന്നത്. അത് വലിയ ആനക്കാര്യമാണ് വിളിച്ചില്ലെന്നുള്ളത്. എൻ്റെ പാട്ടിന് BJPക്കാരും വിളിച്ചിട്ടില്ലെന്ന് ഞാൻ അന്വേഷിക്കാം. BJPക്കാരെ ഉത്തരവാദിത്തപ്പെട്ടവരെ കാണുന്നത് എൻ്റെ വിചാരം. അല്ല, BJP ഇല്ലാതെ എന്നതാ BDJs കോട്ടയത്ത്. സ്വാഭാവികമല്ലേ? അതിന് മണ്ടത്തരം ചോദിക്കാതെ BJPയുടെ പരിപൂർണ്ണ പിന്തുണ കിട്ടാതെ അയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? BDJs ആ വ്യക്തിയല്ലെന്ന് ആരാണെങ്കിലും BJPയുടെ പിന്തുണയില്ലാതെ ഘടകകക്ഷിയൊന്നുമല്ല. അപ്പം BJPയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ അതിൽ പങ്കെടുക്കും. അത് ബന്ധപ്പെട്ടിട്ടാണ്. ഞാൻ ഇവിടെ ഇല്ലായിരുന്നല്ലോ, എനിക്കറിയില്ല അതിൻ്റെ ഡീറ്റെയിൽസ്. എന്നോട് ചോദിച്ചാൽ പറയാനും പറ്റില്ല.